ഡേവിഡ് അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠർ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, മറ്റ് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എളിമയുടെ പര്യായമായ ജനപ്രതിനിധിയായ അൻസലം MLA, മറ്റ് ജനപ്രതിനിധികളെ, PTA അമരവള സ്കൂളിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന PTA പ്രസിഡന്റ്, PTA ഭാരവാഹികൾ, ഇന്നിവിടെ മുഖ്യ അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കേവർക്കും ദക്ഷിണ കേരള മഹായിടവക എന്ന മഹാസഭയുടെ പേരിൽ എന്റെ സ്വാഗതം അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇന്ന് വരവേൽപ്പ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഞാൻ അതിനെ പറയും, നിങ്ങളുടെ ജീവിത യാത്രയുടെ നിങ്ങളുടെ അടിസ്ഥാനം ഇടുന്നതിന്റെ ആദ്യ പടിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയും. പ്രിയപ്പെട്ട മക്കൾമാർ, ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതമാകുന്ന അടിസ്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടി, അടിസ്ഥാനം നിർണയിക്കുവാൻ വേണ്ടി ഇന്ന് +1 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്തവർ. ഇതിൽ നിന്നാണ് നിങ്ങൾ നിർണയിക്കുന്നത് നിങ്ങളുടെ ഭാവി എങ്ങോട്ട് പോകും, എങ്ങനെ വരും. പുതിയ ക്ലാസ് റൂം, പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ സ്വപ്നങ്ങൾ. ചിലർക്കെങ്കിലും പഴയ കൂട്ടുകാരെ കിട്ടിയേക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതമാകുന്ന വലിയ വൃക്ഷത്തെ നിങ്ങൾക്ക് ഒരുക്കി കൂട്ടുവാനുള്ള ആദ്യത്തെ പടിയാണ് ഇന്നിവിടെ ഇറങ്ങിയിരുന്നത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്റെ കുഞ്ഞുമക്കളോട് എനിക്ക് പറയുവാനുള്ളത് 4D കുറിച്ചാണ്. 4D. എനിക്കത് മൊത്തം പറയുവാൻ ഇന്ന് സമയമില്ല. അതിൽ ഒരു D കുറിച്ച് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ആദ്യത്തെ D, ഡ്രീം, സ്വപ്നം. എല്ലാ മക്കൾമാർക്കും സ്വപ്നം കാണണം, കാണുവാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഞാൻ ഇന്റർവ്യൂ ചെയ്ത 1-2 കുട്ടികൾ പറഞ്ഞത്, സാറേ വീട്ടിൽ എന്റെ അപ്പൻ കൂലിപ്പണിക്കാരൻ. ചിലർക്ക് ഒരു മടി, പതുക്കെ ഇങ്ങനെ പറയും, എന്റെ അപ്പൻ കൂലിപ്പണിക്കാരൻ. അഭിമാനത്തോടെ പറയണം, നമുക്ക് ജനനം തന്ന അപ്പൻ കൂലി വേല ചെയ്തു എന്നെ സംരക്ഷിക്കുന്നു എന്ന് പറയുവാനുള്ള ഹൃദയം, മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതിനു പുറമെ സ്വപ്നങ്ങൾ നിങ്ങൾ നെയ്തു കൂട്ടണം. എനിക്ക് ഉന്നത കുലങ്ങളിൽ എത്തുവാൻ പറ്റണം, ഉന്നത ശ്രേണിയിൽ എത്തുവാൻ പറ്റണമെന്നുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ നെയ്തെടുക്കണം. യുവിനെ കുറിച്ചും ക്ലർക്കിനെ കുറിച്ചും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഡോക്ടേഴ്സിനെ കുറിച്ചും സിവിൽ സർവീസിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. രണ്ടാമത്തെ D, ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആത്മവിശ്വാസം. എന്ത് കാര്യവും നമുക്ക് ചെയ്തെടുക്കുവാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവുമാണ് ഈ രാജ്യത്ത് പൗരന്മാരെ സൃഷ്ടിക്കുന്നത്. കോഴികളായി ജനിച്ച് വളർന്നു മരിക്കേണ്ടവരല്ല ഇന്നത്തെ യുവത്വ തലമുറ. നമ്മുടെ മക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. അയ്യോ, എനിക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്നുള്ള ചിന്ത വന്നാൽ രക്ഷകർത്താക്കൾ മക്കൾക്ക്, അധ്യാപകരും നിനക്കതിന് കഴിയും എന്ന ആത്മവിശ്വാസം അവർക്ക് ഏകുവാൻ തയ്യാറാകണം. മൂന്നാമത്തെ D, ഡ്യൂട്ടി. അവനവന്റെ തൊഴിലുകൾ അവനവൻ കൃത്യതയോടെ ചെയ്യുവാൻ സന്നദ്ധരാകണം. നാലാമത്തെ D, ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ. MLA അദ്ദേഹം പറഞ്ഞതുപോലെ ക്ഷണികമായ ഒരു ഭൗതിക ജീവിതത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ജനിക്കുന്ന നിമിഷം മുതൽ ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ മരണവക്രത്തിലേക്ക് കാലൂങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വപ്നങ്ങളുണ്ടായി, അതിനെ ആത്മവിശ്വാസത്തോടെ നേരിട്ട്, അത് കൃത്യനിഷ്ഠതയോടെ ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒരിടത്ത് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു.
ഒരു കുടിലായിരുന്നു അമ്മച്ചി താമസിച്ചിരുന്നത്. അമ്മച്ചി ആ കുടിലിൽ താമസിക്കുമ്പോൾ വീട്ടാവശ്യത്തിനുള്ള വെള്ളം അമ്മച്ചി എടുക്കുന്നത് അവിടെ നിന്നൊരു 100 മീറ്റർ മാറിയ ഒരു അരുവിയിൽ നിന്നാണ് അമ്മച്ചി ഈ വെള്ളം കോരിക്കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അമ്മച്ചിയുടെ കയ്യിൽ 2 കുടങ്ങളുണ്ട്. ഈ 2 കുടങ്ങളും എടുത്ത് 2 കൈകളിലായി ഈ അരുവിയിൽ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ട് വീട്ടാവശ്യത്തിനുള്ള വെള്ളം എടുക്കുവാൻ അമ്മച്ചി പോകുന്നത് സ്ഥിരമായിരുന്നു. അങ്ങനെ ആ കുടങ്ങളിൽ ഒന്ന് ചെറിയ പൊട്ട വീഴുന്ന കുടവും മറ്റൊരു കുടം 100% ഒരു കുഴപ്പവുമില്ലാത്ത കുടവുമായിരുന്നു. അപ്പോ അമ്മച്ചി വലത് കൈയിൽ നല്ല കുടവും എടുത്ത് ഇടത് കൈയിൽ പൊത്തയുള്ള കുടവുമായി എല്ലാ ദിവസവും വെള്ളം കോരും. അപ്പൊ നല്ല കുടം മറ്റേ കുടത്തെ നോക്കി പരിഹസിക്കുമായിരുന്നു. നീ ഇവിടുന്ന് കോരുന്ന മൊത്തം വെള്ളവും ഈ അമ്മച്ചിക്ക് വേണ്ടി വീട്ടിൽ കൊണ്ടു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. നീ കഴിവ് കെട്ടവനാണ്, നീ അതപ്പതിച്ചു പോയവനാണ്, നിന്നെ കൊണ്ടൊരു ഗുണവുമില്ലാത്തവനാണ് എന്ന് ഈ പൊത്തയില്ലാത്ത കുടം, 100% നന്മയുണ്ടെന്ന് വിശ്വസിച്ച കുടം മറ്റേ പൊത്തയുള്ള കുടത്തെ അധിക്ഷേപിച്ചു. അപ്പൊ പൊത്തയുള്ള കുടത്തിന് തന്നെ ഈ അധിക്ഷേപം കേട്ടുകൊണ്ട് എന്തിനി ഇങ്ങനെ ഞാൻ ഈ വെള്ളം കോരുന്ന ഒരു വ്യക്താവാകണം, ഞാൻ വെള്ളം എന്നെ കൊണ്ട് എടുക്കുന്ന വെള്ളം മൊത്തത്തിൽ വീട്ടിലെത്തിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പൊത്തയുള്ള കുടം മുത്തശ്ശിയോട് പറഞ്ഞു, അല്ലയോ അമ്മച്ചി, ഞാൻ നിങ്ങൾക്ക് 100% ഗുണമുള്ള വ്യക്തിയല്ല, അതുകൊണ്ട് എന്നെ പൊട്ടിച്ചങ്ങ് കളഞ്ഞേക്കൂ. അവനെ മാത്രം ഉപയോഗിച്ച് അമ്മച്ചി ഇതിൽ കഷ്ടപ്പെടാതെ ആ മറ്റ കുടത്തിനെ ഉപയോഗിച്ച് വീട്ടാവശ്യത്തിന് വെള്ളമെടുക്കണമെന്ന് ആവശ്യം. അപ്പോൾ അമ്മച്ചി തികഞ്ഞ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത്, നിനക്കുള്ള കഴിവുകേട്, നിനക്കുള്ള കുറവ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അരുവിയിൽ നിന്ന് വെള്ളം കോരുന്ന ആ ദിവസം മുതൽ ഇടത് കൈയിൽ നിന്നെ പിടിച്ചപ്പോൾ ഇടത് പാതയോരത്ത് ഞാൻ വിത്തുകൾ പാകിയിരുന്നു. ആ വിത്തുകൾ പാകിയെടുത്ത് ഈ വെള്ളം, ഈ കുടത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം കുടമായി തൂത്തുവെച്ച് നിൽക്കുന്നത് കണ്ടോ, അതിനു കാരണക്കാരൻ നീയാണ് എന്ന് ആ കുടത്തോട് പറഞ്ഞു എന്നാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ നിറപുറമായി നിന്ന ആ കുടം ആക്ഷേപിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി നിന്നു എന്ന് പറഞ്ഞ് അവസാനിക്കും. ഇതിൽ പലരെങ്കിലും ചിന്തിക്കുന്നത്, എനിക്ക് കള്ളർ പോരാ, ഞാൻ ഉന്നത ജാതിക്കാരനല്ല, ഞാൻ കഴിവ് കുറഞ്ഞവനാണ്, എനിക്ക് ആരോഗ്യം പോരാ, എനിക്ക് പണമില്ല, ഞാൻ കൂലിപ്പണിക്കാരന്റെ മകനാണ്, മറ്റവൻ കഴിവുള്ളവനാണ് എന്നുള്ള ചിന്ത ഇന്ന് ഈ പ്രഥമ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾമാർ ഉപേക്ഷിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. തൊത്ത വീഴുന്ന കുടക്കൊണ്ടും ഗുണമുണ്ടായി എന്ന് അമ്മച്ചിയുടെ കഥയിൽ അവിടെ പറഞ്ഞുവെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും ഓരോരോ കഴിവ് ഈ പ്രപഞ്ച സൃഷ്ടാവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. ചിലർ പറയും, അയ്യോ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ ഇഷ്ടപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുക. ജീവിത വിജയ ശ്രേണി കയ്യിലൊതുക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരാവുക. അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി, ദൈവമേ, ഞാൻ പൊത്ത കുടമല്ല, എനിക്ക് കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്, എനിക്ക് മേന്മകൾ നൽകിയിട്ടുണ്ട്, എനിക്ക് ഉത്തരവാദിത്വ ബോധമുണ്ട്. എന്റെ രക്ഷകർത്താക്കളെ ഈ സമൂഹത്തിനും വീട്ടിലും നാട്ടുകാർക്കും മാതൃകയായി ജീവിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ പ്രഥമ ദിവസം രക്ഷകർത്താക്കളും കുഞ്ഞുമക്കളും തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. രണ്ടാമതായി, ഈ കുഞ്ഞുമക്കളെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളായ അധ്യാപകരടുത്താണ് എനിക്ക് ഇനി ആത്മവിശ്വാസത്തിന്റെ കഥ പറയുവാനുള്ളത്. നിങ്ങൾ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാരാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളായിരുന്ന ക്ലാസ് റൂമുകളിൽ ചില കുട്ടികളെങ്കിലും മൗനികളായിരുന്നിട്ടില്ലേ, അവർ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇന്ന് ചിന്തിക്കണം.
നിങ്ങളുടെ ഈ അധ്യാപന ജീവിതത്തിൽ എന്തുകൊണ്ട് ക്ലാസ് റൂമിൽ ചില കുട്ടികൾ മൗനികളായിരുന്നു, മാറ്റി നിർത്തപ്പെട്ടവരായി നിന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ അമ്മമാരും മക്കളെ പെറ്റതുപോലെ എല്ലാവിധ ആരവങ്ങളോടുകൂടി ഈ ഭൂമിയിൽ ജനിച്ചു വീണവരാണ് ആ മക്കളും. ജനിച്ചു വീണപ്പോൾ മറ്റുള്ളവരെ പോലെ ഞാൻ ഭൂമിയിലെത്തി എന്ന് ആർത്തുലച്ച് കരഞ്ഞവരാണ് അവര്. കരഞ്ഞതിന് ശേഷം, കരച്ചിലടക്കിയതിനു ശേഷം ചെറുമോണകൾ കാട്ടി ചിരി ഉതിർത്തവരാണ് ആ മക്കൾ. ആ മക്കൾക്ക് എന്ത് സംഭവിച്ചു? അവർ എങ്ങനെ മൗനികളായി? അതിന് കാരണം ആര്? അറിവ് എന്ന ബോധം വന്നത് മുതൽ അവർ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതാണോ വസ്തുത? 1, 2, 3 ക്ലാസ്സുകളിൽ, 1-ാം ബെഞ്ചിലും നടുബെഞ്ചുകളിലും തലയുയർത്തിപ്പിടിച്ചു നിന്ന വിദ്യാർത്ഥികളായവർ ഇന്നത്തേതിൽ എങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു, ഒറ്റപ്പെട്ടു, മൗനികളായി, അതിനുത്തരവാദി അങ്ങനെ നിങ്ങളെ ക്ലാസ് മുറികളിൽ ഉണ്ടെങ്കിൽ ടീച്ചർമാരാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരെ സ്നേഹത്തോടെ പിടിച്ച്, അവരെ പേര് വിളിച്ച്, അവരെ ചേർത്തടിച്ച്, നിങ്ങൾക്ക് എന്താണ് മക്കളെ പ്രശ്നം എന്ന് അധ്യാപകരായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവരും പഠിക്കുവാൻ കഴിവുള്ളവരാണ്, അവരും സ്നേഹസമൃദ്ധിയുള്ളവരായിരിക്കാം. അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിങ്ങൾ സമയമെടുത്തിട്ടുണ്ടോ? മൗനികളായവരെ, മാറ്റി നിർത്തപ്പെട്ടവരെ, അവരെ വിളിച്ച് നിനക്കതിന് കഴിയുമെന്ന ആത്മവിശ്വാസമേകുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദന ചെയ്യണം. പ്രിയപ്പെട്ട എന്റെ അധ്യാപക സുഹൃത്തുക്കളെ, ആത്മവിശ്വാസം ഈ ചെറുമക്കൾക്ക് കൊടുത്ത് നിനക്കതിന് കഴിയും, നിന്റെ പോരായ്മകൾ നികത്തുവാനുള്ള ഇടമാണ് പള്ളിക്കുടങ്ങൾ എന്ന് പറഞ്ഞ് അപകർഷതാബോധത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ അധ്യാപക വൃത്തിയിൽ പൊൻവെളിച്ചം വരുന്നതെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ ഇറങ്ങിയതിനു ശേഷം യവൈധാരണ പഠിപ്പിക്കാമെന്ന് ചോദിക്കരുത്. അപകർഷതാബോധത്തിൽ നിൽക്കുന്ന ഒട്ടേറെ കുഞ്ഞുമക്കൾ ഇന്ന് പല സ്കൂളുകളിലും ഉണ്ട്. അവരെ ഏറ്റെടുത്ത് കരുതേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട് എന്ന് ഓർമ്മിക്കുമെന്ന് സാരം. ഞാൻ നിർത്തുകയാണ്. മക്കളെ, ബൾബ് കണ്ടുപിടിച്ചാരാണ് മക്കളെ? അറിയാമോ? എനിവൺ? തോമസ് ആൽവ എഡിസൺ, ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ, ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇത് ഞാൻ മുമ്പ് വായിച്ചതാണ്. അപ്പോ ആ ശാസ്ത്രജ്ഞൻ ബൾബ് കണ്ടുപിടിച്ചു. കഠിനാധ്വാനത്തിലൂടെയും ഉറക്കമില്ലാത്ത രാത്രികളിലും ഒരുപാട് പരിശ്രമങ്ങളുടെ ഒടുവിലും വെട്ടം കിട്ടുന്ന ബൾബ് കണ്ടുപിടിച്ചു. ബൾബ് കണ്ടുപിടിച്ച ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഗവേഷക കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം ഈ ബൾബ് കണ്ടുപിടിച്ചതിനെ കുറിച്ച് പ്രസ്താവിക്കാൻ ആ സമൂഹത്തിലെ ഉന്നതരെയും യൂണിവേഴ്സിറ്റി അംഗങ്ങളെയും പത്രമാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി തന്റെ ഗവേഷക വൃത്തിയിലുള്ള സ്റ്റുഡൻസിനെയും അവിടെ വിളിച്ചു വരുത്തിയിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ഗവേഷക കേന്ദ്രത്തിൽ നിന്ന് വളരെ ക്ഷീണിതനായി, വളരെ സന്തോഷവുമുണ്ട് ക്ഷീണവുമുണ്ട്, ഇതിന്റെ പ്രസന്റേഷന് വേണ്ടി തന്റെ ഗവേഷക കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്നു. പത്രമാധ്യമങ്ങളെല്ലാം ചുറ്റും നിൽക്കുകയാണ്, ആ സമൂഹത്തിലെ ഉന്നതരെല്ലാം ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ തോമസ് ആൽവ എഡിസൺ അതിനെ പ്രദർശിപ്പിക്കുവാനുള്ള നടപടികൾ തുടങ്ങുവാൻ വേണ്ടി അവിടെ തന്റെ ഗവേഷക സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥിയെ അടുത്ത് വിളിച്ച് ഈ ബൾബ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള കണക്ഷൻസ് എല്ലാം ചെയ്യുവാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഈ ബൾബ് വീണ് ഉടഞ്ഞുപോയി. ഞാനും നിങ്ങളും അധ്യാപകരായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഈ മക്കളുടെ രക്ഷകർത്താക്കളായിരിക്കുന്ന നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? വളരെ ശോഭിക്കും. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഈ ലോകത്തിലേക്ക് കടത്തിവിടുവാൻ ശ്രമിച്ച
ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ അത് തകർത്തുടച്ചു കളയുന്ന ഒരു വിദ്യാർത്ഥി അവിടെ ക്ഷമയോടെ വേദന കടിച്ചമർത്തിക്കൊണ്ട് തോമസ് ആൽവ എഡിസൺ പറഞ്ഞത്, പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്, എനിക്ക് തിരിച്ചിനി ഈ ഒരു ബൾബ് നിർമ്മിച്ചു കൊണ്ടുവരുവാൻ 24 മണിക്കൂറെങ്കിലും വേണം. നിങ്ങൾ നാളെ ഈ സമയത്ത് വരൂ, ഞാൻ ഈ ബൾബ് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ പിറ്റേ ദിവസം തോമസ് ആൽവ എഡിസൺ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്ന് ആളുകൾ കൂടി, കാരണം നീണ്ട വർഷത്തിനൊടുവിൽ ബൾബ് പ്രദർശിപ്പിക്കുവാൻ വന്നു. അദ്ദേഹത്തിന്റെ തന്നെ വിദ്യാർത്ഥി അത് തച്ചുടച്ചു കളഞ്ഞു. 24 മണിക്കൂർ കൊണ്ട് ഇനി തോമസ് ആൽവ എഡിസൺ ബൾബ് പ്രദർശിപ്പിക്കത്തില്ല എന്ന് കരുതി അവിടെ ആളുകൾ തടിച്ചുകൂടി. തോമസ് ആൽവ എഡിസൺ വീണ്ടും ബൾബുമായിട്ട് അവിടെ വരികയാണ്. വന്നപ്പോൾ ചുറ്റും നോക്കി, തന്റെ പല വിദ്യാർത്ഥികളും നിൽക്കുന്നു. തലേ ദിവസം ബൾബ് ഉടച്ച ആ വിദ്യാർത്ഥി അന്ന് മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇനി ഞാൻ ഇതിലൊന്നും തടസ്സമാകരുത്, മൗനിയായി മാറ്റി നിർത്തപ്പെട്ടവനായി ആ വിദ്യാർത്ഥി അവിടെ നിൽക്കുന്നു. തോമസ് ആൽവ എഡിസൺ ചെയ്തത് മൗനിയായി മാറ്റി നിർത്തപ്പെട്ട ആ കുട്ടിയെ വിളിച്ചിട്ട് ഈ ബൾബ് വീണ്ടും ഏൽപ്പിച്ചു അവനെ. എന്നിട്ട് അവിടെ എല്ലാ പത്രമാധ്യമങ്ങളും മുമ്പേയും അത് പ്രദർശിപ്പിച്ച് നമ്മൾ കാണുന്ന ബൾബിലേക്ക് മാറി. അപ്പോൾ ഒരു പ്രധാന പത്രപ്രവർത്തകൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തോമസ് ആൽവ എഡിസണോട് ചോദിച്ചു, സാർ, എന്തിനാണ് ഇന്നലെ ഇത് തച്ചുടച്ചവന്റെ കയ്യിൽ തന്നെ ഇത് കൊടുത്തത്? പ്രിയ സുഹൃത്തെ, ഞാൻ എന്റെ ബൾബ് ഉടഞ്ഞു പോയി. അതെങ്ങനെ ക്രിയാത്മകമായി ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനെനിക്ക് നഷ്ടപ്പെടുന്നത് 24 മണിക്കൂറാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ അവനെ മാറ്റി നിർത്തിയെങ്കിൽ അവന്റെ ജീവിതത്തിലുള്ള ആത്മവിശ്വാസം തിരിച്ചെടുക്കുവാൻ 24 വർഷം കൊണ്ടും അവന്റെ ജീവിതകാലത്ത് കഴിയുകയില്ല എന്ന് പറഞ്ഞത് സത്യസന്ധമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷകർത്താക്കൾ, ഡിറ്റർമിനേഷൻ എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ആത്മവിശ്വാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ആത്മവിശ്വാസത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതം അവരെ നയിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവർ നാട്ടിനും വീട്ടുകാർക്കും സമൂഹത്തിനും ഉതകുന്ന മക്കളായി, ആത്മവിശ്വാസത്തിന്റെ വിത്തുപാകി, പരിശ്രമത്തിന്റെ മഴ പെയ്യിച്ച് അധ്യാപകർ പ്രചോദനം നൽകുമ്പോൾ അവർ വിദ്യാഭ്യാസം നേടി സമൂഹ പരിണാമമുണ്ടാക്കി, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി, രാജ്യ പുരോഗതി വർദ്ധിച്ച് അവർ സമഗ്ര വികസനം ഉണ്ടാക്കുന്ന മക്കളായി വളരുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. ആ ലക്ഷ്യവുമായി നമുക്ക് മുന്നേറാം, മുന്നോട്ട് പോകാം. ഇനി ഒരു കാര്യം പറയുവാനുള്ളത്, ഞാൻ ഈ CSI സഭയിൽ എന്റെ സ്ഥാനത്തേക്ക് വന്നിട്ട് 4 വർഷമായി. ഒട്ടനവധി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആകുലതകളും കുറ്റാരോപണങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം നേരിട്ട് ശരിയുടെ യുക്തിയുടെ നിറവിൽ നിന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാൻ സാധിച്ചത്. അങ്ങനെ ആയിരിക്കുമ്പോൾ എന്റെ ഇനിയുള്ള വർഷങ്ങളിൽ ദൈവമായുസ്സ് തന്ന് നിലനിർത്തുകയാണെങ്കിൽ എന്റെ ലക്ഷ്യമാണ് സ്കൂളുകളെ പുനരുദ്ധരിപ്പിക്കുക. മിഷണറി വര്യന്മാരാൽ നൽകപ്പെട്ട CSI മിഷണറി വര്യന്മാരാൽ നൽകപ്പെട്ട ഈ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കുക. ഇത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഇതിനെ പരിവർത്തനപ്പെടുത്തിയെടുക്കുക. അതിനുവേണ്ടി നല്ല PTA ഉണ്ട്. ഞാൻ ഏറ്റവും എന്റെ സഹോദര തുല്യം സ്നേഹിക്കുന്ന, എന്റെ ചേച്ചിക്ക് തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഇവിടുത്തെ പ്രിൻസിപ്പൽ മേഡമുണ്ട്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കും. അതിലുപരി ഈ 3 സ്കൂളുകളിലും കൂടെ 2000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. 2000 സ്റ്റുഡൻസിനെയും അവരുടെ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും എന്റെ രക്ഷകർത്താ തുല്യമുള്ള അച്ഛൻ ഇവിടെ ഉണ്ടാവും. ഇതിന്റെ മാനേജ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടാകും. എല്ലാ ദിവസത്തെ റിപ്പോർട്ട് നമ്മൾ അറിയും. നിങ്ങൾക്കൊരു പ്രതിസന്ധിയും വരില്ല. ഇന്നത്തെ ഈ കാലത്തിന്റെ പോക്കിലുള്ള ഒരു കുറ്റങ്ങളും മക്കൾമാരുടെ ഭാഗത്ത് ഇവിടെ നിന്നുണ്ടാകാതെ നോക്കുവാൻ എല്ലാ രീതിയിലുമുള്ള
കരുതലുകൾ ഉണ്ടാകും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏത് വിശ്വാസികളായിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. സമൂഹ പ്രതിബദ്ധതയുള്ളവരായി മക്കൾ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊന്നായി ഒറ്റക്കെട്ടായി മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.